മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോട് സമനായിരുന്നെങ്കിലും തന്നെ താഴ്ത്തി മനുഷ്യന്റെ സാദൃശ്യം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ ദൈവപിതാവിനെ അനുസരിച്ചു. അതുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ ഉയർത്തണം. ഈശോയെ ഉയർത്തിയത് ദൈവമാണ്. മനുഷ്യൻ അവിടുത്തെ ചവിട്ടി താഴ്ത്തുകയത്, അവനെ മുറിവേൽപ്പിച്ചു. മനുഷ്യൻ മുറിവേൽപ്പിച്ചവനെ ഉയർത്തിയതാരാ? ദൈവമാണ്. ദൈവം ഉയർത്തണം. ദൈവം ഉയർത്തിയെങ്കിലേ അതിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നിന്റെ അധ്വാനങ്ങളെ ദൈവം ഉയർത്തണം. നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തണം. നിന്റെ മക്കളെ ദൈവം ഉയർത്തണം. നിന്റെ പഠനങ്ങളെ ദൈവം ഉയർത്തണം. നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ദൈവം ഉയർത്തണം. ദൈവം ഉയർത്തിയാൽ അതിനെ താഴ്ത്താൻ ആർക്കും പറ്റുകയില്ല. ദൈവം ഉയർത്തണമെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തണം. ഈശോ തന്നെ താഴ്ത്തിയപ്പോഴാണ് ദൈവം ഉയർത്തിയത്. നമ്മുടെ ജീവിതത്തില് നമ്മളെ തന്നെ താഴ്ത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിസാരക്കാരും ബലഹീനരുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് ബലമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ശക്തിയില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മളെ തന്നെ നമ്മൾ ഉയർത്തി നിർത്താനായിട്ട് സാധിക്കുകയില്ലെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ തിരിച്ചറിവ് നേടിയെടുത്ത് നമ്മൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണം. നിരന്തരമായ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കണം. നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും ബലിയർപ്പിക്കണം, ജപമാല ചൊല്ലണം. ഇങ്ങനെ നിരന്തരമായ ഒരു പ്രാർത്ഥന. കാരണം ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നുള്ള ചിന്തയും ബോധ്യവും ഉള്ളിലുള്ളവനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നീ ദൈവത്തിൽ അധികമായിട്ട് ആശ്രയിക്കും. ദൈവം നിന്നെ അത്യധികം ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനക്ക് ഉയർച്ച വേണം. നിന്റെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച വേണം. നിന്റെ മക്കൾ ഉയരണോ? നിന്റെ അധ്വാനങ്ങൾ ഉയരണോ? നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ നിനക്ക് ഉയർച്ച ലഭിക്കണോ? നീ ഒറ്റ കാര്യം ചെയ്താൽ നിന്നെ തന്നെ താഴ്ത്തിയാ എളിമപ്പെട്ടാ മതി. അഹങ്കാരം പാടില്ല. ദൈവത്തോട് എല്ലാം ചോദിക്കുക. ദൈവത്തിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുക. ദൈവത്തിൽ ശരണം വയ്ക്കുക. പ്രാർത്ഥിക്കുക. ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുക. എളിമപ്പെട്ട് നിന്നാൽ മതി. ദൈവം ഉയർത്തും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ അധ്വാനങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും ആപത്തുകളും അപകടങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.